ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമുക്കിന്ന് ഒരു അടിപൊളി ബജി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മൾ തട്ടുകട ഉണ്ടാക്കുന്ന അതേ മോഡൽ ഒരു ബജി നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടത് എന്നൊക്കെ നോക്കാം. ഓക്കെ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോകല്ലേ? അപ്പോൾ നമ്മുടെ മുളക് ബജിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ തട്ടുകടയിലേക്ക് കിട്ടുന്ന അതേപോലെയുള്ള മുളക് ബജിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. ഇത് നമ്മൾ നീളത്തിലുള്ള പച്ചമുളകാണ്. ഇതിന് പൊതുവേ എരിവ് കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ചിലപ്പോൾ എരിവ് ലേശം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് സൈഡൊന്ന് ഇതുപോലെ കീറിയിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ള മുളക്. അതുകൂടാതെ നമുക്ക് 1 കപ്പ് കടലപ്പൊടി വേണം. അതേപോലെ 1 കോഴിമുട്ട, പിന്നെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരമായാലും മതി. പിന്നെ നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് കായപ്പൊടി. ഈ കായപ്പൊടി ചേരുമ്പോഴാണ് നമ്മളെ ബജിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ നമ്മൾ ഇത് കാണിച്ചിരിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്ന നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളൊരു ബാറ്റർ ശരിയാക്കണം. കടലമാവൊക്കെ ചേർത്ത് നല്ലൊരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ ആ ബാറ്റർ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കടലപ്പൊടി നമ്മൾ ഒരു ബൗളിലേക്ക് ഇടുകയാണ്. അതിലേക്ക് നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു പിഞ്ച് അപ്പക്കാരവും നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുന്നു. അല്പാൽപമായിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് ഇത് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇനി അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. സ്ട്രക്ചർ ഉണ്ടല്ലേ, അതായത് നമ്മൾ ഈ സ്പൂണിന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്ക് അതിന് മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ എണ്ണ ചൂടാക്കുക, ഇതിൽ മുക്കുക, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മുളക് എടുക്കുക, നമ്മൾ നന്നായിട്ട് ഇതിനകത്തേക്ക് മുക്കുക, നമ്മൾ എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ ഓരോന്ന് നമ്മൾ മുക്കിയിടുക. അപ്പോൾ ഇത് നല്ലവണ്ണം നല്ല ക്രിസ്പായിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം.
അപ്പോൾ നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ ചൂടോട് കൂടിയിട്ട് നമ്മളെല്ലാം സോസിൽ മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇപ്പം ഈ മുളകൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം വലിയ ചിലവുമില്ലാത്ത ഒരു ഇതാണ്. നമുക്ക് വൈകുന്നേരത്തെ ചായ കഴിക്കുമ്പോൾ ഇതൊരു സ്നാക്സായിട്ട് നമുക്കിത് കഴിക്കുകയും ചെയ്യാം. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു മുളക് ബജിയാണിത്. നമുക്കധികം സാധനങ്ങളൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം അത്. അപ്പോൾ നമ്മുടെ മുളക് ബജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ ഒരു ബജി ഉണ്ടാക്കി നോക്കുക. കാരണം ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.